നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്ക് ഫുട്ബോൾ ലോകം മാറുകയാണ്. ഉദ്ഘാടന മത്സരം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. ജൂൺ 15 പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 എന്ന് പറഞ്ഞാൽ ജൂൺ 14 നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് മത്സരം US നടക്കുന്നത്. ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 15 പുലർച്ചെ 5:30 മാത്രം. അൽ അഹ്ലിയും ഇന്റർ മയാമിയും തമ്മിലാണ് ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത്. 32 ടീമുകളുള്ള ബൃഹത്തായ ക്ലബ്ബ് വേൾഡ് കപ്പാണ്. സാധാരണ പോലെയല്ല. ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ക്ലബ്ബ് വേൾഡ് കപ്പ് ഫിഫ സംഘടിപ്പിക്കുന്നത്. ഓരോ ഗ്രൂപ്പിലും 4 ടീമുകളുണ്ട്. അങ്ങനെ 8 ഗ്രൂപ്പുകളുണ്ട്. അതിൽ നിന്ന് 2 ടീമുകളാണ് മുന്നോട്ട് കയറുക. ഓരോ ഗ്രൂപ്പിലെയും പ്രോബബിലിറ്റി ടു ക്വാളിഫൈ നെക്സ്റ്റ് റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഇത് സ്കോർ 90 ബുക്ക് മേക്കേഴ്സിൻ്റെ ഓടൊക്കെ പരിശോധിച്ച് അതനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ളൊരു കണക്കാണ്. ഗ്രൂപ്പ് എയിൽ നമുക്കറിയാവുന്ന പോലെ ഇന്റർ മയാമി ഉണ്ട്, പാൽമിറാസ് ഉണ്ട്, പോർട്ടോയുണ്ട്, അൽ അഹ്ലി ഉണ്ട്. ഈ 4 ടീമുകളിൽ 2 ടീമുകൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കും, റൗണ്ട് ഓഫ് 16 കടക്കും. അതാരൊക്കെയായിരിക്കും? ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത് പോർട്ടോക്കാണ്. 67% അവർ അടുത്ത റൗണ്ടിലേക്ക് കടക്കാനുള്ള സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. രണ്ടാമത് ബ്രസീലിയൻ ക്ലബ്ബായ പാൽമിറാസ് ആണ്, 63%. മൂന്നാമത് മാത്രമേ ഇന്റർ മയാമിക്ക് സ്ഥാനം കൊടുത്തിട്ടുള്ളൂ, 38%. നാലാമത് അൽ അഹ്ലി 32%. ഇതിൽ കൃത്യമായി നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, കൂടുതൽ അടുത്ത റൗണ്ടിലേക്ക് എത്താനുള്ള സാധ്യത പോർട്ടോക്കും പാൽമിറാസിനുമാണ്. ഇന്റർ മയാമി ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്താവാനുള്ള സാധ്യത കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ പുറത്താവുമെന്നല്ല, സാധ്യത കൂടുതലാണ്. അടുത്ത ഗ്രൂപ്പ് ബിയുടെ കാര്യത്തിലേക്ക് വന്നാൽ, ഗ്രൂപ്പ് ബിയിൽ ശക്തരായിട്ടുള്ള ടീമുകളുണ്ട്. PSG ഉണ്ട്, അത്ലറ്റിക്കോ മാഡ്രിഡ് ഉണ്ട്, സിയാറ്റിൽ സൗണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും PSG-ക്കും അത്ലറ്റിക്കോ മാഡ്രിഡിനും തന്നെയായിരിക്കും ഫുട്ബോൾ പ്രേമികൾ ഏറ്റവും അധികം സാധ്യത കണക്കാക്കുക. അങ്ങനെ തന്നെയാണ് ബുക്ക് മേക്കേഴ്സിൻ്റെ ഓടും പറയുന്നത്. 74% PSG ഗ്രൂപ്പ് ബിയിൽ നിന്ന് റൗണ്ട് ഓഫ് 16 കടക്കാനുള്ള സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. 66% അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ സാധ്യത കണക്കാക്കുന്നതെങ്കിൽ 37% ബുട്ടഫാഗോയുടെ സാധ്യത. സിയാറ്റിൽ സൗണ്ടേഴ്സിൻ്റെ സാധ്യത വെറും 23% ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത്. ചുരുക്കത്തിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സായിട്ടുള്ള PSG-ക്ക് തന്നെയാണ് ഏറ്റവും അധികം സാധ്യത ഗ്രൂപ്പിലുള്ളത്. പിന്നെ സ്പാനിഷ് ലീഗിലെ വമ്പന്മാരായിട്ടുള്ള അത്ലറ്റിക്കോ മാഡ്രിഡിനും സാധ്യത കണക്കാക്കുന്നു. ഗ്രൂപ്പ് സിയിലേക്ക് വരുമ്പോൾ ഏറ്റവും അധികം സാധ്യത ബയേൺ മ്യൂണിക്കിനാണ് കണക്കാക്കുന്നത്. ബയേൺ മ്യൂണിക്കാണ് ആ ഗ്രൂപ്പിലെ കരുത്തർ എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ബൊക്ക ജൂനിയേഴ്സും ബെൻഫിക്കയും ഓക്ലാൻഡ് സിറ്റിയും ഉണ്ട് ഗ്രൂപ്പിൽ. ബെൻഫിക്കക്കും ബൊക്ക ജൂനിയേഴ്സിനും 2ാം സ്ഥാനത്തിനായിട്ടുള്ള പോരാട്ടം കനപ്പിക്കാം. എന്തായാലും ഏറ്റവും അധികം സാധ്യത ബയേൺ മ്യൂണിക്കിന് 88% അവർ ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. രണ്ടാമത് വരുന്ന ബെൻഫിക്കക്ക് 64% പ്രോബിലിറ്റി കണക്കാക്കുന്നത്. മൂന്നാമത് വരുന്ന ബൊക്ക ജൂനിയേഴ്സിന് 43%. നാലാമത് ഓക്ലാൻഡ് സിറ്റി 3%. ഇങ്ങനെയാണ് അവിടുത്തെ ഒരു പ്രോബിലിറ്റി കണക്കാക്കുന്നത്. അടുത്ത ഗ്രൂപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഗ്രൂപ്പ് ഡിയിലേക്ക് പോകുമ്പോൾ അവിടെ ചെൽസി ഉണ്ട്, ഫ്ലെമിംഗോയുണ്ട്, അതുപോലെ തന്നെ ലോസ് ഏഞ്ചൽസ് FC LAFC ഉണ്ട്, അതുപോലെ ES ട്യൂണീസ് എന്ന മൊറോക്കൻ ക്ലബ്ബുമുണ്ട്. ഏറ്റവും അധികം സാധ്യത എന്തായാലും ചെൽസിക്ക് തന്നെയാണ് കാണുന്നത്. അവർ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത 83%. ഫ്ലെമിംഗോയുടെ സാധ്യത 67%. ലോസ് ഏഞ്ചൽസ് FC-ക്ക് 40% കാണുമ്പോൾ ES ട്യൂണീസിന് 10% മാത്രമേ പ്രോബിലിറ്റി കണക്കാക്കുന്നുള്ളൂ. അടുത്ത ഗ്രൂപ്പിലേക്ക്, ഗ്രൂപ്പ് ഇയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, ശക്തരായിട്ടുള്ള ടീമുകൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ് ഗ്രൂപ്പ് ഇയും. ആരൊക്കെയായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എങ്കിലും ഗ്രൂപ്പ് ഇയിൽ ഇന്റർ മിലാനും അതുപോലെ റിവർ പ്ലേറ്റും മോണ്ടറിയും ഉറാവ റെഡ്സും. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്റർ മിലാന് തന്നെയാണ് ഏറ്റവും അധികം സാധ്യത. ഇന്റർ മിലാനെ സംബന്ധിച്ചിടത്തോളം 83% അവരുടെ വിന്നിംഗ് പ്രോബിലിറ്റി ഉള്ളത്. റിവർ പ്ലേറ്റ്, അർജൻറ്റീൻ വമ്പന്മാരായിട്ടുള്ള റിവർ പ്ലേറ്റിന് 71% ക്വാളിഫിക്കേഷന് സാധ്യത കണക്കാക്കുമ്പോൾ സെർജിയോ റാമോസ് കളിക്കുന്ന മോണ്ടറി 23% അവരുടെ ഒരു പ്രോബിലിറ്റി ഉള്ളത്. അതേസമയം ഉറാവ റെഡ്സിനും അതേ പ്രോബിലിറ്റി കാണുന്നു, 23%. അപ്പോൾ ഇതിൽ ആര് മുന്നോട്ട് പോകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കും എന്നത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇന്ററിൻ്റെ കാര്യം മുന്നോട്ട് പോകാൻ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് കരുതുമ്പോഴും രണ്ടാമതുള്ള
ടീം ആരായിരിക്കും എന്നുള്ളതിൽ ഒരു പോരാട്ടത്തിനുള്ള എല്ലാ സാധ്യതയും നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഇനി ഗ്രൂപ്പ് എഫിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഗ്രൂപ്പ് എഫിൽ ഉള്ള ടീമുകൾ ബൊറൂസിയ ഡോട്ട്മുണ്ടും ഫ്ലൂമിനൻസും ഉൾസാൻ എച്ച് ഡിയും മെംലോദി സാൻഡൗൺസുമാണ്. ആ ക്ലബ്ബ് സൗത്ത് ആഫ്രിക്കൻ ക്ലബ്ബാണ്. സോ ഏറ്റവും അധികം സാധ്യത ബൊറൂസിയ ഡോട്ട്മുണ്ടിന് തന്നെ, അതിൽ സംശയമൊന്നും ആർക്കും ഉണ്ടാവില്ല. 85% അവർ ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത. 75% സാധ്യത ഫ്ലൂമിനൻസിന് കാണുമ്പോൾ 23% പ്രോബിലിറ്റിയാണ് ഉൾസാൻ എച്ച് ഡിക്കുള്ളത്. പിന്നെ 17% സൗത്ത് ആഫ്രിക്കൻ ക്ലബ്ബായിട്ടുള്ള മംലോദി സാൻഡൗൺസിന് കൊടുക്കുന്നത്. ഗ്രൂപ്പ് ജിയിൽ വമ്പന്മാരുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിയുണ്ട്, യുവൻറ്റസ് ഉണ്ട്, പിന്നെ ഏഷ്യൻ ക്ലബ്ബായിട്ടുള്ള അലൈൻ FC ഉണ്ട്, അതുപോലെ തന്നെ കാസാബ്ലാങ്കയുണ്ട്. അപ്പോൾ ഈ ടീമുകളാണ് അതിലുള്ളത്. 91% ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധ്യത കണക്കാക്കുന്നത്. അതേസമയം 84% മുന്നോട്ട് കടക്കും യുവൻറ്റസ് എന്ന് പ്രതീക്ഷിക്കുന്നു. അലൈൻ FCക്ക് 17%, മൊറോക്കൻ ക്ലബിന് 8% സാധ്യത കണക്കാക്കുന്നത്. ഗ്രൂപ്പ് എച്ചിലേക്ക് വരുമ്പോൾ റയൽ മാഡ്രിഡ് ഉണ്ട്, അൽ ഹിലാലുണ്ട്, റെഡ് ബുൾ സാൽസ്ബർഗ് ഉണ്ട്, പച്ചൂക്കയുണ്ട്. ഇപ്പോൾ ഇതിൽ അൽ ഹിലാൽ എത്ര ദൂരം, അൽ ഹിലാലിന് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ, ഇതൊക്കെയാണ് ആരാധകർ നോക്കുന്നത്. അൽ ഹിലാൽ ഡെസ്പെറേറ്റ് ആയിട്ട് താരങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ക്ലബ്ബ് വേൾഡ് കപ്പിന് മുമ്പ് ശ്രമിച്ചുകൊണ്ടിരുന്നതും നമ്മൾ കണ്ടു. ഏതായാലും 90% റയൽ മാഡ്രിഡിൻ്റെ അടുത്ത റൗണ്ടിലേക്ക് പോകാനുള്ള സാധ്യത ഇവിടെ കണക്കാക്കുന്നത്. 41% വീതം അൽ ഹിലാലിനും റെഡ് ബുൾ സാൽസ്ബർഗിനും സാധ്യത കാണുമ്പോൾ പച്ചൂക്കയ്ക്ക് 28% മാത്രമാണ് സാധ്യത കൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ആരൊക്കെ മുന്നോട്ട് പോകും, എങ്ങനെയായിരിക്കും മത്സരങ്ങൾ, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.